നമസ്കാരം കൂട്ടുകാരെ, രാജേഷ് കുമാറാണ്. കൂട്ടുകാരെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ ഇന്നലെ എനിക്ക് നല്ലൊരു സന്തോഷം തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ടായി. അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ ഇന്നലെ എൻ്റെ ഒരു വാഹനം അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥാപനത്തിൽ പോയി. ആ സമയത്ത് വേറൊരു വണ്ടി ആൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതായത് വീൽ നട്ട് മിഷ്യൻ വെച്ച് ടൈറ്റ് ചെയ്ത ശേഷം വീണ്ടും കൈ കൊണ്ട് 4 വീൽ നട്ടും നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തു. ഇത് കഴിഞ്ഞ് ബില്ലൊക്കെ മറ്റേ കസ്റ്റമർക്ക് വണ്ടി കൊടുത്തു. ഈ വണ്ടി ഹാൻഡ് ഓവർ ചെയ്ത ശേഷം ജസ്റ്റ് ആളിൻ്റെ ഒരു സെൽഫായിട്ട് വീൽ നട്ട് ഒന്നും കൂടെ പിടിച്ചു നോക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ടാണോ എന്നറിയില്ല, എന്തായാലും വളരെ സന്തോഷം തോന്നി. എന്ന് വെച്ചാൽ സെൽഫായിട്ട് നമ്മളൊരു സേഫ്റ്റി അത് നമ്മളെ കൊണ്ടാവുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും. പണ്ടുള്ളവർ പറയും പോലെ വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റാത്ത പോലെയാണ് നമ്മളെ വാഹനത്തിൻ്റെ ടയറൊക്കെ ഊരിപ്പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ലെങ്കിൽ നമ്മൾ വല്ല സൂപ്പർമാനോ മിന്നൽ മുരളിയൊക്കെ ആവണം ചാടി വണ്ടി നിർത്താൻ വേണ്ടി. അതുകൊണ്ട് നമ്മളെ കൊണ്ടാവുന്ന സേഫ്റ്റി നമ്മളെ കൊണ്ടാവും എന്തൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്തത് വളരെ നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജനറൽ ചെക്കപ്പ് പോലെ വാണിംഗ് ലാമ്പ് കത്തിയിട്ടുണ്ടോ, 4 ടയറിൻ്റെ എയർ നൈട്രജൻ അല്ലെങ്കിൽ കറക്റ്റാണോ, ഓയിൽ ലെവല്, ഇതൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ള കേസേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ 4 ഡോറ് ഞാൻ തുറന്നു വരുന്ന ഉദ്ദേശം എന്ന് വെച്ചാൽ നെഗറ്റീവ് എയർ, പിന്നെ നമുക്ക് മാറ്റൊക്കെ തട്ടിക്കൊടയുമ്പം എന്തെങ്കിലും ജീവികൾ വല്ല കയറിയിട്ടുണ്ടോ, അതൊക്കെ അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു ജനറൽ ചെക്കപ്പ് പോലെ ഡെയിലി നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ദിനചര്യ പോലെ നമ്മൾ ദിവസവും നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്ന പോലെ ഒരു ഓട്ടോമാറ്റിക്കലി ഒരു 10 മിനിറ്റ് ഇത് ഓട്ടോമാറ്റിക് അങ്ങ് പൊയ്ക്കോളും. എപ്പോഴും നമുക്ക് സേഫ്റ്റി ആണല്ലോ വലുത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന വെച്ചാൽ ആരും നെഗറ്റീവ് അടിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മളൊരു സേഫ്റ്റി സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇപ്പം മെക്കാനിക്ക് എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ്. ഒരു വണ്ടി സർവീസിൽ തരുന്ന സമയത്ത് അതിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിട്ട് കറക്റ്റ് ചെയ്യുന്ന ഒരു യഥാർത്ഥ മെക്കാനിക്ക് എന്ന് വെച്ചാൽ. മെക്കാനിക്കൽ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ ഈ വീൽ നട്ട്. അത് മനുഷ്യൻ്റെ പോലെയാണ് കാറും. അപ്പോൾ അതും അതിൻ്റേതായ രീതിയിൽ നമ്മളത് അതായത് മെയിനായിട്ട് ഈ ടയറിൻ്റെത് നമ്മൾ കെയർ കൊടുക്കുക. ബാക്കി മെക്കാനിക്കൽ ഡിഫക്റ്റ് എന്തായാലും നമുക്ക് പരിഹരിക്കാം, എല്ലാം താഴെ കൂടെ വരത്തുള്ളൂ. പക്ഷേ ഈ ടയറിൻ്റെ കേസ് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ജീവനാണ്. ഇപ്പം നമ്മളെല്ലാവരും 100% പെർഫെക്റ്റ് അല്ല ഒരു മനുഷ്യനും. ഇപ്പോൾ എല്ലാവരും സേഫ്റ്റി നോക്കിയാണ് വാഹനം എടുക്കുന്നത്. എല്ലാ മനുഷ്യർക്കും അറിയാം ഏറിപ്പോയി 70-80 വയസ്സ് വരെ നമ്മൾ ജീവിക്കത്തുള്ളൂ. എങ്കിൽ ഇപ്പോൾ ഒരു സേഫ്റ്റി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മളെ വിശ്വസിച്ച് വരുന്ന ഫാമിലി, അതിലൂടെ നമ്മുടെ ജീവിക്കുന്ന കാലം ഭൂമിയിൽ ആരോഗ്യമായിട്ട് അംഗപരിമിതിയൊന്നും ഇല്ലാതെ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ്. അതാണ് എല്ലാവരും സേഫ്റ്റി നോക്കുന്നത്. ഇനി എത്ര കോടിയുടെ വണ്ടിയായാലും വീൽ നട്ട് ഉണ്ടാവും, മനസ്സിലാവുന്നില്ല. അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. പിന്നെ മാക്സിമം വീഡിയോ എല്ലാവരും നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട്. എല്ലായിടത്തും ഈ വീഡിയോസ് എത്തണം. കാറ് സംബന്ധമായ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ സ്വന്തം അനിയനെ പോലെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് സംശയങ്ങൾ ചോദിക്കാം. ഞാൻ അതിനുള്ള മറുപടി പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അത്ര യൂസ്ഫുൾ വീഡിയോകൾ ഇനി വരുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.